സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവജിയും കൺമണിയും സംസാരിക്കുകയാണ്. കൺമണി, ഇനി നീ ഒരിക്കലും ടെൻഷൻ അടിക്കണ്ട. ഇന്നത്തെ ഒരു ദിവസത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇന്നത്തെ ഒരു ദിവസത്തോടു കൂടി കൺമണിയുടെ ജീവിതം മാറി മറിയുകയാണെന്ന് പറയുന്നുണ്ട് ദേവജി. ഇത് കേട്ട് കൺമണിക്ക് ആകെ സന്തോഷമാവുകയാണ്. വീട് തിരിച്ചു കിട്ടുന്ന കാര്യമാണ് ദേവജി പറയുന്നത് എന്ന് കൺമണിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നീട് വരുൺ കരീം സാഹിബിന് വീട് കൊടുത്ത കാര്യം ധനലക്ഷ്മിയോട് പറയുന്നുണ്ട്. ധനലക്ഷ്മി ഞെട്ടാണ് കേട്ടോ ഇക്കാര്യം കേട്ടിട്ട്. ധനലക്ഷ്മി ആണെങ്കിൽ വരുണിനോട് എന്താ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വരുൺ വേഗം ശരി ഏട്ടത്തി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. ഷൺമുഖൻ പിന്നീട് ബലരാമനെ കാണുന്നുണ്ട്. ബലരാമനാണെങ്കിൽ ഷൺമുഖൻ വക്കീലിനോട് സാഗറിനെ കൊല്ലാൻ ഞാൻ മാനസികമായിട്ട് തയ്യാറെടുത്തു കഴിഞ്ഞു എന്ന് അറിയിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം എന്തോ ഓപ്ഷനെ പറ്റി ബലരാമൻ പറയുമ്പോൾ ബലരാമൻ പറഞ്ഞ 2 ഓപ്ഷനിൽ അതേത് വേണമെന്ന് പറ, അത് ഞാൻ ചെയ്യാമെന്ന് പറയുന്നുണ്ട് ഷൺമുഖം വക്കീൽ. ബലരാമനാണെങ്കിൽ ഒരു ഓപ്ഷനെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തിനും ഞാൻ റെഡി, പക്ഷേ എന്ന് ഷൺമുഖൻ പറയാൻ തുടങ്ങുന്നതും ഞെട്ടാണ് കേട്ടോ ബലരാമൻ. പിന്നീട് കരീം സാഹിബ് വരുണിനെ ഹോസ്പിറ്റലിൽ എത്തി കാണുന്നുണ്ട്. ആകെ തകർന്നു പോയ ധനലക്ഷ്മി ഫാനിൽ കുരുക്കൊക്കെ ഇട്ട് ആത്മഹത്യക്ക് ശ്രമിക്കുകയാണെന്നുണ്ട് കേട്ടോ. അമ്മായിമാർ ഓടി വന്ന് അത് തടയുന്നുണ്ട്. കൺമണി വീണ്ടും എന്തോ വിഷമിപ്പിക്കുന്ന സാഹചര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മേഹൂന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃഷി അവളെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോവാണ് കേട്ടോ. ഇത് കണ്ട് ചിരിയോടെ നോക്കി നിൽക്കുകയാണ് ദേവജി. അങ്ങനെ സൂപ്പർ കൺമണി സീരിയലിൻ്റെ വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡുകളാണ് വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്